നമസ്കാരം. MGM റേഡിയോ ക്ലബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് 8Aയിൽ പഠിക്കുന്ന മയൂഖയാണ്. കുട്ടിക്കാലം മുതലേ സ്വന്തമായി കവിത രചിച്ച് അതിന് ഈണം നൽകിയ ഒരു കൊച്ചുമിടിക്കാണ് നമ്മുടെ കൂടെയുള്ളത്. മയൂഖയെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല, മയൂഖ തന്നെ പറയും. മയൂഖ, എന്താണ് പറയാനുള്ളത് താങ്കളെക്കുറിച്ച്? ഞാൻ LKGക്ക് മുമ്പ് തന്നെ എൻ്റെ മനസ്സിൽ കുറേ കവിതകൾ ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ LKGയിലായപ്പോഴേക്കും എൻ്റെ ക്ലാസ് ടീച്ചർ യമുന ടീച്ചറായിരുന്നു. ടീച്ചർ ഒരു ദിവസം കുട്ടികളുടെ ടാലൻ്റ് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടാലൻറ്റ് കോമ്പറ്റീഷൻ കണക്ക് നടത്തി. അപ്പോഴേക്കും എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാനൊരു ചെറിയ കവിതയാണ് പാടിക്കൊടുത്തത്. അപ്പോൾ ടീച്ചർ എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, മയൂഖയ്ക്ക് പാടാനുള്ള കഴിവുണ്ട്, കവിതയും എഴുതാനൊക്കെ മയൂഖയ്ക്ക് നല്ല ടാലൻ്റ് ഉണ്ട്, അതുകൊണ്ട് ഇനി മയൂഖയുടെ മനസ്സിൽ വരുന്ന കവിതകളെല്ലാം ഒരു ബുക്കിലാക്ക് പകർത്തി വെക്കണമെന്ന് ടീച്ചർ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന കവിതകളെല്ലാം ഒരു ബുക്കിനകത്തോട്ട് പകർത്തി വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇങ്ങനെ കുറേ കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ എഴുതി എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ സ്കൂളിൽ എനിക്കൊരു ബുക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റും. ഞാൻ എഴുതിയതിലൊരു 25 കവിത സെലക്ട് ചെയ്ത് ഞാൻ ഒരു കാവ്യതീർത്ഥം എന്ന് പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്തു. അത് ബിഗ് ബോസ് ഫെയിം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ് വന്ന് പബ്ലിഷ് ചെയ്ത് തന്നത്. അപ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം, എനിക്ക് നേടാൻ പറ്റിയ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ മയൂഖ, അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മയൂഖ ഏത് കവിതയാണ് ചൊല്ലാൻ പോകുന്നത്? ഞാനിന്നിവിടെ മഞ്ഞുതുള്ളിയെ കുറിച്ചുള്ളൊരു കവിതയാണ് ചൊല്ലുവാൻ പോകുന്നത്. ഹിമകണം. വൃശ്ചിക പുലരി തൻ സാന്ദ്രമാം ശോഭയിൽ പ്രകൃതി തൻ മകളായി മഞ്ഞുതുള്ളി, കറുകയാം പുല്ലിൻ്റെ പച്ചപ്പരപ്പിലോ പാടയായി തുള്ളിയായി കണ്ടിതല്ലോ, ഇലകൾ തൻ തുമ്പിലെ റാണിമാരായി വൈരമായി മിന്നിത്തിളങ്ങിടുന്നു, സൂര്യപ്രഭയുടെ 7 വർണ്ണങ്ങളിൽ വെട്ടിത്തിളങ്ങിയോ നിന്നിടുന്നു, തെന്നിളം തെന്നലിലൂയലാടി പൊന്നിളം മുത്തുപോൽ പുല്ലിലാടി, കുഞ്ഞിലത്തുമ്പിലങ്ങൂയലാടി മഞ്ഞിൻ കണങ്ങളോ നിന്നിടുന്നു, പൊന്നുപോൽ മിന്നിത്തിളങ്ങിടും നിൻ മുന്നിലോ നക്ഷത്രം തോറ്റുപോകും, എന്നിലും നിന്നിലും കോർത്തു നിൽക്കും ജീവനോ സത്യമായി കണ്ടിടേണം, മിന്നുന്ന ശോഭയിൽ നിൽക്കുന്ന നിന്നെയോ കാണുവാൻ കുട്ടികളോടിയെത്തും, ഉജ്ജ്വല ശോഭയായി സൂര്യനങ്ങെത്തുമ്പോൾ കത്തിയമരുന്നു നിന്റെ ജീവൻ, മഞ്ഞിൻ കണങ്ങളെ നിങ്ങൾക്കു ഞാൻ 1000 മുത്തങ്ങളെ കിടട്ടെ, 1000 മുത്തങ്ങളെ കിടട്ടെ. നന്ദി. വളരെ മനോഹരമായ കവിതയായിരുന്നു മയൂഖ. തുടർന്നും ഇതേ കണക്കുള്ള കവിതകൾ എഴുതാൻ കഴിയട്ടെ എന്ന് MGM റേഡിയോ ക്ലബ് ആശംസിക്കുന്നു. മറ്റൊരു അതിഥിയുമായി വീണ്ടും എത്താമെന്ന പ്രതീക്ഷയോടെ വൈഷ്ണവി.